നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ചൂണ്ടയടിയില്ല പരിപാടി. ഞാനും അജിത്തും കൂടെയാണ് പോയത്. നമ്മളെ മാമിയുടെ മോൻ, നമ്മളെ അളിയൻ. അപ്പോൾ അവനും കൂടെയാണ് പോയത് ചൂണ്ടയിടാൻ. അപ്പോൾ നമ്മൾ തീറ്റയായിട്ട് എടുത്തേക്കുന്നത് മൈദാമാവ്, ബിസ്ക്കറ്റ്, പഞ്ചസാര, പിന്നെ അല്പം വെളിച്ചെണ്ണ, മുട്ടയുടെ വെള്ളക്കരു, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം തീറ്റ കുഴച്ചത് ഇച്ചിരി പരുവം മോശമായിപ്പോയി. അതുകൊണ്ട് ഫസ്റ്റ് മീൻ ഇതാ പിടിച്ച്. അതേകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൽ ഇടുമ്പം ഒരു കട്ടി കുറവ്, പെട്ടെന്ന് കുത്തിപ്പറിച്ചാൽ. അപ്പോൾ അത് നോക്കിയും കണ്ട് ശ്രദ്ധിച്ചേ പിടിക്കാൻ പറ്റും. മീൻ എടുക്കണത് അടിച്ചോളണം, അല്ലെങ്കിൽ മീൻ കിട്ടില്ല. അപ്പം നമ്മളിന്ന് ഇച്ചിരി ദൂരെയാണ് പോയത്. അപ്പോൾ അടുത്ത് വന്ന് അതിനെ കട്ടി കൂട്ടാനും എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പോയി ഉള്ളത് പിടിക്കാമെന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് മീൻ നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൻ തൊട്ട് മേളിൽ നിന്ന് ചൂണ്ട ഇടുകയാണ്. അങ്ങനെ ഫസ്റ്റ് മീൻ നമ്മൾ അവിടെ കവർ അവൻ്റെ കയ്യിലായിപ്പോയി. ഇപ്പോൾ കവറിലല്ല ഇട്ടത്, നമ്മൾ തറയിലാണ് ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെ രണ്ടാമത്തെ മീനിൻ്റെ തിരക്കുള്ള നിപ്പാണ്. ഇപ്പോൾ രണ്ടാമത്തെ മീനും നമ്മൾ പിടിച്ച്. രണ്ടാമത്തെ മീനും പിടിച്ച്. ഒരു മീൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എടുക്കാൻ താമസം വരും. അതാണ് ഈ കരിയുടെ മീനിൻ്റെ രീതി. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ശരി. അപ്പോഴത് ഇത് കഴിയുമ്പം വന്ന് പിടിക്കും അത്. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ പിടിച്ച്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെയും പിടിച്ച്. മൂന്നാമത്തേന് വീഴുകയും ചെയ്തു. അത് വീഴാൻ കാര്യം അവിടെ തെറ്റലായിരുന്നു. എന്നാലും പറഞ്ഞ് നമ്മളെ മീൻ നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല. വീഴുന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ മീൻ പിടിക്കുന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കില്ല. കേട്ടോ, അത്യാവശ്യം നല്ലൊരു വലിയൊരു കരിയിട. അത് ഇത്തിരി വീഴുന്നാലും കുഴപ്പമില്ലെന്ന് കരുതി നമ്മളാണ്ട് അതിനെ കവർ അവൻ്റെ കയ്യിലായിക്കൊണ്ടൊരു അവിടെ ഈ ചെറിയൊരു കമ്പ് കെട്ടി അതിനകത്താണ് കൊരുത്തിടണം. അപ്പോൾ അത് ചാടിപ്പോകാതെ അതങ്ങനെ ഇരുന്നോളൂ. വേണ്ട, കൈ തുടയ്ക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തീറ്റയിൽ ഇതിൻ്റെ വിഴുമ്പൽ പറ്റിക്കഴിഞ്ഞാൽ സ്മെല്ലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ തീറ്റ കൊരുത്തിടാൻ നേരത്ത് പിന്നെ പിടിക്കുകയൊന്നുമില്ല. അതേകൊണ്ടാണ് അത് എപ്പോഴും കൈ തുടയ്ക്കുന്നത്. അതിൻ്റെ വിഴുമ്പൽ കൈ കഴിവാതെ തന്നെ അതിൻ്റെ ഓളമൊക്കെ തട്ടിയാൽ ചിലപ്പോൾ മീനൊക്കെ പോയി കഴിഞ്ഞാലോ. അതുകൊണ്ട് കൈ കഴുകാൻ നിൽക്കില്ല. അങ്ങനെ നമ്മൾ അടുത്ത മീനിനെയും പിടിച്ച്. ഇപ്പോൾ രണ്ടാമത് അവിടെ വീഴുന്നതാണ് എണിച്ചത്. രണ്ടാമത് അവിടെ തെന്നി അവിടെ വീണ്. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്ന് മതിയാക്കി തൊട്ട് മേളിലൊരു സൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ വന്ന് നമ്മൾ ചൂണ്ട ഇടുകയാണ്. ക്യാമറയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ രണ്ടുപേരും ഉള്ളായിരുന്നു. ക്യാമറയൊന്നും പിടിക്കാൻ ആരും ഇല്ലായിരുന്നു. ഫസ്റ്റ് മീൻ അവൻ പിടിച്ചു. ഒരു കരികിടയായിരുന്നു. നമ്മളെല്ലാം കരികിട പിടിക്കാനാണ് പോയത്. അപ്പം അന്ന് കരികിട മാത്രമല്ല പിടിക്കുന്നത്. നമ്മൾ ചൂണ്ട കിട്ടുന്നത് ഏതൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ പിടിക്കും. പിടിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ പിടിക്കും. അങ്ങനെ നമ്മളടുത്ത് കൊരുത്ത് ഇട്ടുകൊണ്ട് വെയിറ്റിംഗാണ്. ആ സൈഡിലെല്ലാം പൊടിമീനുകളുണ്ട്. ഈ പൊടിമീനുകൾ വന്ന് തീറ്റ കൊരുത്തിടാൻ നേരത്ത്
അത് കൊത്തി 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 ചെറുതായിട്ട് കൊത്തി 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 തിന്ന് തീർക്കണം. നമ്മളൊന്നും അറിയില്ല. ചെറിയ ഒഴുക്കുണ്ടെങ്കിൽ അറിയില്ല, ചെറിയ ഒഴുക്കില്ലെങ്കിലും അറിയില്ല. പൊടി പൊടിയായിട്ടിരിക്കും. പക്ഷെ നമ്മളത് അടിക്കാൻ നേരത്തെ അത് കിട്ടേയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളെങ്ങനെ അടിച്ചാലും കിട്ടില്ല. അങ്ങനെ നമ്മൾ ഉണ്ടോ പൊടി മീനാണ് വന്ന് കൊത്തുന്നത്. അപ്പം നമുക്ക് കിട്ടില്ല. ഈ പൊടി മീൻ കൊത്തി കൊത്തി നിൽക്കാൻ നേരത്ത് വലുത് വന്ന് ഒറ്റ എടുപ്പ് ഒറ്റ പോക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ അത് കൊണ്ടുപോകും. മാവായ കൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ കിട്ടില്ല. പക്ഷേ ഇരയാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്നൊന്നും കൊത്തിയാൽ പറയൂല ഇര കൊരുത്തിട്ട. അപ്പോൾ ഇര കൊരുത്തിടാനുള്ള പരുവില്ല. അങ്ങനെ നമ്മൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പൊടി മീനാണ് വന്ന് കൊത്തുന്നത്. അവനങ്ങ് താഴോട്ട് പോയി. അവിടെ നിന്ന് കൊത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ ഇച്ചിരി, അതായത് ആ പാറയോട് ചേർന്ന് തന്നെ താഴോട്ട് നീങ്ങി നിന്നിട്ട് അവൻ പോയ ഉടനെ തിരിച്ചു വന്നു. അത് അതിൻ്റെ തീറ്റ കൊണ്ടുപോയി. ഉണ്ടോ നമ്മളടുത്ത തീറ്റ കൊരുത്തിട്ട് ഒരു പൊടി മീൻ അവിടെ നിന്ന് കൊത്തിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയ മീൻ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ വലിയ മീൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. അതിന് ഉയിര് പേടിയില്ലേ, അതേകൊണ്ട് അത് പിടിക്കുകയൊന്നുമില്ല സമയത്തിന്. അത് കറങ്ങി കറങ്ങി നിന്നിട്ട് ഒറ്റ വരവ് ഒറ്റ പോക്കാണ്. നമ്മളവിടെ നിന്ന് തളർന്ന് അങ്ങനെ ഇച്ചിരി ഇരിക്കാന്ന് കരുതി. അപ്പം നമുക്ക് മീൻ ആ ഈറയുടെ അടിയിലൊക്കെ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടുകൊണ്ടാണ് അവിടെ ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടുത്ത തീറ്റ കൊരുത്ത് നമ്മളിട്ട്, എന്തായാലും പൊടി മീനുകൾ വന്ന് വീണ്ടും കൊത്തു തുടങ്ങി. അപ്പോൾ ഒരു വലിയ മീൻ ഓടി വന്ന് എടുത്ത്. അത് എന്നിട്ട് വിട്ടിട്ട് പോയി. നമുക്ക് കാണാം തെളിവുള്ളതായ കൊണ്ട്. അതിന് പറയുകയാണെങ്കിൽ ഉയിര് പേടിയില്ലേ, അതേ കൊണ്ട് അതിന് താമസം വരും അതെടുക്കാൻ. അതും കൊണ്ടുപോയി. നമുക്കിഷ്ടം പോലെ മീൻ കിട്ടി ഇന്ന്. നമ്മൾ അതെല്ലാം ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു. അതുകൊണ്ടോ അതൊക്കെ നമ്മളെന്ന് ചാടി ജസ്റ്റ് ഒന്ന് ഉടക്കിയുള്ളത്. അപ്പോഴേ ചുണ്ടിന്ന് പറഞ്ഞ് നമ്മളതിന്ന് ചാടി. ഉണ്ടോ ഇതേപോലത്തെ സൈസാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ സമയം നേരത്തെയും കാലത്തും പിടിക്കില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ കവറിലാക്കി ആ കമ്പിൽ കൊരുത്തും കൂടെ തട്ടി അതിനകത്തിട്ട് അതിനകത്തിട്ടിട്ട് നമ്മളടുത്ത തീറ്റ കൊരുത്ത് അവിടെ ഇടയണം. അപ്പോൾ ആ കവറിൽ കിടന്ന് ചാടയാണത്.
അത് ചാടയാണ്, ചാടി 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 കവറിൽ കിടന്നത് ചാടയാണ്. അത് ചാടി ചാടി പുറത്ത് ചാടി, വേണ്ട പുറത്ത് ചാടിയതാ പോണ്. അപ്പോഴവൻ കണ്ട്, അവൻ വന്ന് വീണ്ടും കവറിലാക്കി. അല്ലെങ്കിൽ അതപ്പുറത്ത് വെള്ളത്തിൽ ചാടിയ വലിഞ്ഞനെ. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് നമ്മളങ്ങ് മേളിൽ പോകും. പിന്നെ അവിടെ നല്ലൊരു സൈറ്റുണ്ട്, അങ്ങനെ അവിടെ നമ്മൾ പോകും. അപ്പോൾ നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോയി. അവിടെ നനച്ച് അപ്പുറത്ത് മേളി സൈറ്റിൽ പോയി. ഇനി അവിടെയാണ് അടുത്ത ഊഴം. ഇപ്പോൾ ഫസ്റ്റ് തീറ്റ നമ്മളത് കൊണ്ടുപോയി. നേരത്തെ പറഞ്ഞല്ലോ പരുവില്ലെന്ന് മാവിന്. എന്തോ ചേർത്തത് ശരിയാവാത്തതുകൊണ്ട് അത് പരുവം കിട്ടാത്തതാണ്. കൊത്തി ഉടനെ പറഞ്ഞു, അതാ അവിടെ നമുക്ക് കിട്ടി നല്ല സൈസ് ഒരു കരികിട ഉണ്ടോ. പക്ഷേ ഈ കരികിട നല്ല ടേസ്റ്റാണ്, ആറ്റിൽ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത്. ഈ കരികിട എന്ന് പറയുന്ന സാധനം മീൻ. അതിന് കവറില്ലാത്തതുകൊണ്ട് അവൻ്റെ കയ്യിൽ എടുത്തെറിഞ്ഞു കൊടുത്ത്. കവർ അവൻ്റെ ഇരിക്കുകയായിരുന്നു. നമ്മളടുത്ത തീറ്റ കൊരുത്ത് നമ്മളത് ഇടണം. അപ്പോൾ ഒന്ന് പിടിച്ച് വലുതൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചിട്ട് താമസം വരും പിടിക്കാൻ. അപ്പോൾ നമ്മളടുത്ത തീറ്റ കൊരുത്ത് ഇട്ട് അവിടെ വലിയ മീൻ കിടപ്പുണ്ട്, പക്ഷേ അത് പിടിക്കൂല. തീറ്റയ്ക്ക് ഇനി മണം കുറവായി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചുമ്മാ ഇത്തിരി നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഈ മീൻ പടപട വന്ന് തിന്നും. ചൂണ്ടയൊക്കെ ഒരുത്തിടുമ്പോഴാണ് താമസം വരണം. അല്ല ചുമ്മാ നമ്മൾ ഇത്തിരി ഉരുട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മീൻ അവിടെ പൊതിയും. പിന്നെ കടികളും പിടികളും കൂടെ കൂടും മീനുകൾ. ചുമ്മാ തീറ്റ ഇട്ട് കൊടുക്കുക എന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഉണ്ടോ ചെറിയ മീൻ, ഈ ടൈപ്പൊക്കെയാണ് ഈ വലിയ മീനിനെടുക്കാൻ സമ്മതിക്കാത്തത്. തീരെ ചെറുതല്ല, തീരെ ചെറുതൊക്കെ നമ്മൾ ചൂണ്ട വീണാൽ നമ്മളെടുത്ത് കളയും, തിരിച്ച് വെള്ളത്തിൽ വിട്ട് കളയും. അപ്പോൾ ഈ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പക്ഷെ നമ്മളെന്നും പറച്ചിലേ ഉള്ളൂ, ആരും ഇതുവരെ ചെയ്യൂല. അപ്പോഴും നമ്മളിവിടെ ഈ മീൻ പിടിച്ചത് മൊത്തത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് മുമ്പേ നമ്മൾ അളിയാച്ചാർ അത് അറുത്ത് കഴുകി കളഞ്ഞു. ഞാൻ ഒരു സൈഡിൽ നിന്ന് ചൂണ്ടയിടുകയായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് അത് അറുത്തും കൂടെ കഴുകി വെച്ച് കളഞ്ഞു. പിന്നെ വിചാരിച്ച് അതിനിപ്പം കാണിക്കില്ലെന്ന്, അത് കാണിക്കേണ്ടെന്ന് കരുതി. മീൻ ഇഷ്ടം പോലെ കിട്ടി. അതിൽ കുറേയൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പറ്റാത്തതെല്ലാം മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.